ഹാൻഡ് റേ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നൈറ്റിയുടെ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഫ്ലവറും പിന്നെ സ്റ്റെമ്മൊക്കെയും സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്ട്രാൻഡ്സ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റൗണ്ടിലാണ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു 4 ഫ്രഞ്ച് നോട്ട് ഞാൻ ഈ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. സ്റ്റെം സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ കുറച്ചൊരു തിക്കായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് 6 സ്ട്രാൻഡ്സ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്ട്രാൻഡ്സ് തന്നെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒന്ന് അതിൽ തന്നെ ഇങ്ങനെ ഒന്ന് കയറ്റി അങ്ങനെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ താഴോട്ടൊന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി എടുക്കുവാണ്. അത് ഒന്നായിട്ട് തന്നെ ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതിങ്ങനെ ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പം അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത റൗണ്ടിലേക്കൊന്ന് തുടങ്ങി അങ്ങനെ അങ്ങ് റൗണ്ട് ചെയ്ത് പോയാൽ മതി. അല്ലാതെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ അടുത്ത റൗണ്ട് തുടങ്ങേണ്ട അങ്ങനെ കാര്യമില്ല. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു റൗണ്ട് നമ്മൾ തീരുവാണ്. അപ്പോൾ അത് അടുത്ത ലെയറിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി ഇങ്ങനെ എടുത്ത് വീണ്ടും റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ ഫ്ലവർ വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റെമ്മും ഒരു ചെറിയൊരു ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഈ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ സ്റ്റെം വരച്ചിരിക്കുന്നതിൽ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു ചെറിയൊരു ലീഫും കൂടി കൊടുക്കുന്നുണ്ട്. അത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലേസി ഡേസി ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചാണ് ഇവിടെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എംബ്രോയ്ഡറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ നിങ്ങൾ നൈറ്റിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ നൈറ്റിയിലും ഇതുപോലെ 4 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്?